ബാബാജി എന്താണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഒരു ഔഷധ ചെടിയാണ്, ഔഷധ സസ്യം, അങ്ങനത്തെ സസ്യമാണ്. ഇത് പേര് ആനച്ചുവടി എന്ന് പറയും. ആനച്ചുവടി, അതുപോലെ തന്നെ ആനച്ചുണ്ട, ആനോടിയൻ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ബാബാജി? ഇത് ഒത്തിരി അസുഖങ്ങൾക്കൊരു പ്രതിവിധിയാണ്. നമ്മളുടെ ഈ പ്രകൃതി, ഇപ്പം നമ്മളുള്ളത് കല്ലടിക്കോടാണ്. കല്ലടിക്കോട് മലയിൽ ഒത്തിരി സസ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നാടൻ ഒറ്റമൂലി വൈദ്യങ്ങളും അല്ലാണ്ട് വിശേഷപ്പെട്ട വൈദ്യ പാരമ്പര്യമൊക്കെയുള്ള ഈ സമ്പ്രദായത്തിൽ ഇതിൽ പല മരുന്നുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് പറയുക എലിഫൻഡ്രോപ്പ് കാബർ എന്നാണ്. ഇതിൻ്റെ ഈ എലിഫൻഡോപ്പിൻ എന്ന ഘടകം മുഴകളെ, നമ്മുടെ ശരീരത്തിലെ മുഴകളെയൊക്കെ അലിയിച്ചില്ലാണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് സമൂലം ഉപയോഗിക്കാം കേട്ടോ. ഇത് വേരോടുകൂടി ഉപയോഗിക്കാം. ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, ഇപ്പം മൂത്രസംബന്ധിയായ അസുഖങ്ങൾ, മൂത്രക്കല്ല്, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താ വെച്ചാൽ വയറിൻ്റെതായ രോഗങ്ങൾ, പിന്നെ കൂടാതെ പ്രമേഹം, മൂലക്കുരു, ഇത്തരം അസുഖങ്ങൾ, പിന്നെ ശ്വാസ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ, ഇതിനൊക്കെ തന്നെ അത് നല്ലതാണ്. പിന്നെ കൂടെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കില്ലേ, അരി ഭക്ഷണം അല്ലെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ ഇതിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കൂടാതെ അടയുണ്ടാക്കാൻ, ഇത് വെച്ചിട്ട് അടയുണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാനുള്ള അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നമുക്ക് വേണമെങ്കിൽ തോരൻ വെച്ചിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു എന്താ പറയുക ഔഷധ സസ്യമാണ് ഇത്. ഇതൊക്കെ നമ്മൾ ചെത്തിക്കളിച്ച് കളയുമ്പോഴേ, ഈ മണ്ണിലൊക്കെ ചെത്തിക്കളയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നതൊന്നും വേണ്ടെന്ന് പലതും നമ്മൾ കളയും. തൊട്ടാവാടി മുള്ളു പോലും ഔഷധമാണ്. നമുക്കത് മുള്ളായിട്ട് വെട്ടിക്കളയും. അപ്പം നമുക്കറിയില്ല എന്നുള്ളതാണ് ഈ ലോകത്ത് പലതും നമ്മൾ നിഷേധിക്കാൻ കാരണം. നമുക്കറിയില്ലെങ്കിൽ ഈ ലോകത്ത് ഉള്ളതെല്ലാം മറ്റൊന്നിന് വളമാകേണ്ടതോ മറ്റൊരാവശ്യത്തിനുള്ളതാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളെ നിലനിർത്തുക. ഇതിപ്പോൾ ഒരാൾക്ക് ഒരു മരുന്നിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അയാൾക്കുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റും, മറ്റൊക്കെ വിദഗ്ധരായ ഡോക്ടറെ കണ്ടുതന്നെ ചെയ്യണം. ഇത് നാടൻ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അതെന്തായാലും ഇതുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ കാര്യം നടത്തട്ടെ. ബാബാജി അതൊന്നും കൂടി കാണിക്കും, ആൾക്കാർക്ക് മനസ്സിലാവും.